പടിഞ്ഞാറൻ ഹിമാലയത്തെ അപേക്ഷിച്ച് ഉയരം കുറഞ്ഞ മലനിരകളായ കിഴക്കൻ ഹിമാലയം ടീസ്റ്റ നദി തൊട്ട് നമ്മൾ പഠിച്ചല്ലോ, ടീസ്റ്റ നദി തൊട്ട് ബ്രഹ്മപുത്ര നദി വരെ കാണപ്പെടുന്നു. അത്രയും ഭാഗത്തെ ഹിമാലയമാണ് കിഴക്കൻ ഹിമാലയം. കിഴക്കൻ ഹിമാലയത്തെ തന്നെയാണ് എന്തും വിളിക്കുന്നത്? ആസാം ഹിമാലയം എന്നും വിളിക്കുന്നത്. ആരെയാണ്? കിഴക്കൻ ഹിമാലയത്തെ തന്നെയാണ് ആസാം ഹിമാലയം എന്നും വിളിക്കുന്നത്. ഹായ് ഓൾ, എല്ലാവർക്കും എൻട്രി ആപ്പിലേക്ക് സ്വാഗതം. ഞാൻ ബിപിൻ മാത്യൂസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 10th പ്രിലിംസിന്റെ ഫേസ് 2 നടന്ന ഇന്ത്യൻ ജോഗ്രഫിയുടെ ചോദ്യങ്ങളാണ്. അവയുടെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫാക്ട്സ് കൂടെ പഠിക്കാം. ആക്ച്വലി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ, അതിൽ ഇന്ത്യൻ ജോഗ്രഫിയുടെ ചോദ്യങ്ങൾ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ആശ്ചര്യമാണ് തോന്നിയത്. കാരണം ഈ ചോദ്യകർത്താവ് ചോദ്യങ്ങൾ എടുക്കാത്ത സ്ഥലമില്ല. കേരള ജോഗ്രഫി ഓക്കെ, അത് വിട്ടേക്ക്, അത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചത്. 5-6 ചോദ്യങ്ങളുള്ളത് കേരള ജോഗ്രഫിയുടെ ടീച്ചർ ഡിസ്കസ് ചെയ്യും. ഇന്ത്യൻ ജോഗ്രഫി എന്ന് ചോദിച്ച ചോദ്യങ്ങൾ ചോദ്യകർത്താവ് അയാളെ എല്ലാ മേഖലയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഉദാഹരണത്തിന് 5 തൊട്ട് 10 വരെയുള്ള SRT നിന്ന് എടുത്തിട്ടുണ്ട്, 5 തൊട്ട് 10 വരെയുള്ള NCERT ടെക്സ്റ്റിൽ നിന്ന്, CBSE-കാരുടെ ബുക്കിൽ നിന്ന് എടുത്തിട്ടുണ്ട്, +1-ലെ +2-ലെ ടെക്സ്റ്റിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി അതല്ലാതെ ജനറൽ ഫാക്ട്സ് എടുത്തിട്ടുണ്ട്. ഇനി അതല്ലാതെ കറണ്ട് അഫയേഴ്സ്, റീസെന്റ് ആയിട്ട് 2024 റിലേറ്റഡ് കറണ്ട് അഫയേഴ്സ് ഉണ്ടല്ലോ, കറണ്ട് അഫയേഴ്സ് ഇത് ചോദിച്ചിട്ടുണ്ട്. ഒരു മേഖല പോലും തൊടാത്തതിൽ ഇത്രയും വൈഡ് ആയിട്ട് ഒരു എക്സാമിന് ചോദ്യകർത്താവ് ചോദ്യങ്ങൾ എടുത്തിട്ടുള്ളത് റീസെന്റ് ആയിട്ട് ഒരു കുറച്ചധികം 3-4 വർഷങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ. ഒരു ആദ്യത്തെ പരീക്ഷ ആയിരിക്കും ഇത്. അത്രയ്ക്ക് വൈഡ് മേഖലകളിലേക്ക് അയാൾ സഞ്ചരിച്ചിട്ടുണ്ട് ചോദ്യങ്ങൾ തയ്യാറാക്കാനായിട്ട്. ജോഗ്രഫിയുടെ ചോദ്യങ്ങൾ, പ്രത്യേകിച്ച് ഇന്ത്യൻ ജോഗ്രഫിയുടെ ചോദ്യങ്ങൾ തയ്യാറാക്കിയ ആള്. അപ്പൊ ഞാൻ ഇത്രയും ബിൽഡപ്പ് ഒക്കെ തന്നിട്ട് ഏതൊക്കെയാണ് ആ ചോദ്യങ്ങൾ എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യമൊക്കെ നോർമൽ ചോദ്യമാണ്, SCRT ആണ്. ഇനി അതല്ലാതെ SCRT-ക്കകത്തല്ലാതെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത് എപ്പോഴും പഠിക്കുന്ന, സ്ഥിരമായി പഠിക്കുന്ന മേഖലകളാണ്. അതിനകത്തൊന്നും വലിയ ഒരു ഡൗട്ടൊന്നും വരാനുള്ള സാധ്യതയില്ല. ഒന്നാമത്തെ ചോദ്യം നോക്കിക്കേ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ശരിയായ ജോഡി വേണം. 1 ബക്ര നങ്കൽ കൊടുത്തേക്കുന്നു, സത്ലജുമായിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. 2 ഹിരാക്കുഡ് മഹാനദിയുമായി കണക്ട് ചെയ്തേക്കുന്നു. തെഹ്രി ഡാമിനെ ബന്ധിപ്പിച്ചിരിക്കുന്നത് കൃഷ്ണ നദിയുമായിട്ടാണ്. സർദാർ സരോവർ മാച്ച് ചെയ്തേക്കുന്നത് നർമ്മദയുമായിട്ടാണ്. ഇതിനകത്ത് ശരിയായ ജോഡികൾ ഏതെല്ലാം, കറക്റ്റ് ആയിട്ടുള്ളത് ഏതെല്ലാമാണെന്നാണ് ചോദ്യം. ബക്ര നങ്കൽ നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ പദ്ധതിയാണ്. ബക്ര നങ്കൽ ഹിമാചൽ പ്രദേശിലും അതേപോലെ പഞ്ചാബിലുമായിട്ട് സ്ഥിതി ചെയ്യുന്നു. അതിലൂടെ ഒഴുകുന്ന നദി എന്ന് പറയുമ്പോൾ അപ്പോൾ ഏതായിരിക്കും? സത്ലജ് ആണ് അല്ലെ. സത്ലജ് നദിയിലാണ് ബക്രയും നങ്കലും. അത് ഒന്നിച്ചാണ് നമ്മൾ ബക്ര നങ്കൽ എന്ന് പറയുന്നത്. ഒരു വിവിധോദ്ദേശ പദ്ധതിയാണ്, ലാർജസ്റ്റ്, വലുത് അല്ലെ. ഹിരാക്കുഡ് എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു പോയിന്റ് ആണ്. ഏറ്റവും ബേസ് ലെവലിൽ ജോഗ്രഫി അറിയാവുന്ന ആൾക്ക് പോലും അറിയാവുന്ന ഒരു പോയിന്റ് ആണത്. ഹിരാക്കുഡ് ലോങ്സ്റ്റ് ഡാം ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാം എന്നറിയപ്പെടുന്ന ഒഡീഷയിലെ സംബാൽപൂർ എന്ന സ്ഥലത്ത് മഹാനദി എന്ന നദിയിൽ അല്ലെ, മഹാനദി എന്ന നദിയിൽ. ക്ലിയർ. ഇനി തെഹ്രി ഡാം. തെഹ്രി ഡാമിനെ പറ്റി ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന ഒരു പോയിന്റ് ആണ്. അതൊരു ഹയസ്റ്റ് ഡാമാണ്. ഉത്തരാഖണ്ഡിലെ ഭഗീരഥി നദിയിലാണ് തെഹ്രി ഡാം ഉള്ളത്. അതൊരിക്കലും ഒരു സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റിൽ വരത്തില്ല, അതുകൊണ്ട് തന്നെ ഉപദ്വീപ് നദിയിൽ വരത്തില്ല. സോ ഇത് തെറ്റായിട്ടുള്ള അല്ലെ, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള മാച്ചിങ് ആണ്. കൃഷ്ണ അല്ലെ, കൃഷ്ണയുമായിട്ട് തെഹ്രി ഡാമിനെ ബന്ധിപ്പിച്ചിട്ടുള്ളത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. സർദാർ സരോവർ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഒരു ഡാമിന്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ച കോൺക്രീറ്റിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാം എന്ന് സർദാർ സരോവർ അറിയപ്പെടുന്നു. ഗുജറാത്തിലാണ്. ഏത് നദിയിലാണ്? നർമ്മദ അല്ലെ, നർമ്മദ നദിയിൽ, ഫേമസ് ആയിട്ടുള്ള നർമ്മദ നദിയിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ ഉപദ്വീപ് നദിയാണ്. ഏറ്റവും നീളം കൂടിയ ഉപദ്വീപ് നദിയാണ് ഇത് നർമ്മദ. പടിഞ്ഞാറോട്ട്. കിഴക്കോട്ട് ഒഴുകുന്നത് ചോദിച്ചാൽ ഗോദാവരിയെ, തെറ്റിക്കരുത്. സോ 1, 2, 3 എന്നുള്ളത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. 1, 2, 3 എന്നുള്ളത് ഓപ്ഷൻ സി ആണ്. ക്ലിയർ. എവിടുന്നാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത്? ഇത് റീസെന്റ് ആയിട്ട് നമ്മുടെ 9ാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റില്ലേ, ആ പുതിയ ടെക്സ്റ്റിൽ നിന്ന് കുറച്ച് 2-3 എണ്ണം കിട്ടും. ഹിരാക്കുഡ് കിട്ടും. അതെ, ഹിരാക്കുഡ് നദിയും കൊടുത്തിട്ടുണ്ട്, സംസ്ഥാനവും കൊടുത്തിട്ടുണ്ട്. ഹിരാക്കുഡ് നദീതട പദ്ധതി, നദി മഹാനദിയാണ്, സംസ്ഥാനം ഒഡീഷയാണ്. നമുക്ക് നദിയും ഡാമും മാത്രം മതിയായിരുന്നു. പിന്നെ ചോദിച്ചത് ഇതിനകത്ത് ഏതാണ്? അത് സർദാർ സരോവർ നമുക്ക് കിട്ടും. സർദാർ സരോവർ നർമ്മദ, ഗുജറാത്ത് അല്ലെ. ബാക്കിയൊന്നും നമുക്ക് ടെക്സ്റ്റിനകത്തൊന്നും അങ്ങനെ കിട്ടത്തില്ല. പക്ഷെ പലയിടത്ത് നദികളെ പറ്റി പഠിക്കുന്ന +1 +2 ടെക്സ്റ്റിനകത്ത് പലയിടത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നദികളും അവയിലുള്ള ഡാമുകളും പരാമർശിക്കുന്നുണ്ട്. അത് റാൻഡമായിട്ട് പലയിടങ്ങളിലായിട്ടാണ് കിടക്കുന്നത്. ഒരൊറ്റ സ്പേസിൽ നമുക്ക് കിട്ടത്തില്ല. ആ ഒരു പാഠം മുഴുവൻ വായിക്കുമ്പോൾ, നദികളെ പറ്റി പഠിക്കുന്ന പാഠം മുഴുവൻ വായിക്കുമ്പോൾ അങ്ങിങ്ങായി ചെതറി കിടക്കുന്ന ഭാഗങ്ങളിൽ ഓരോ നദിയും അവയുടെ ഡാമുകളും ഒക്കെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് കിട്ടും. നോക്ക്, കുറച്ച് കാര്യങ്ങൾ നമുക്ക് എക്സ്ട്രാ പറഞ്ഞു പോകാം. ഇന്ത്യയിലെ ആദ്യത്തെ ലാർജ് സ്കെയിൽ അഥവാ മേജർ ജലവൈദ്യുത പദ്ധതി.
ഇന്ത്യയിലെ ആദ്യത്തെ ലാർജ് സ്കെയിൽ അല്ലെങ്കിൽ മേജർ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ശിവസമുദ്രമാണ് അല്ലേ? എവിടെയാണെന്നുള്ളത് നോക്കിക്കോണം. കാവേരി നദിയിലാണ്. ശിവസമുദ്രം എവിടെയാണ്? കാവേരി നദിയിലാണ്. സംസ്ഥാനം എവിടെയാണ്? കർണാടകയാണ്. ഏത് വർഷമാണ്? 1902 ഇന്ത്യയിലെ ആദ്യത്തെ ലാർജ് സ്കെയിൽ അല്ലെങ്കിൽ മേജർ ജലവൈദ്യുത പദ്ധതി ആരംഭിക്കുന്നത്. ആധുനിക ഭാരതത്തിന്റെ അണക്കെട്ടുകൾ എന്ന് ഭാരതത്തിലെ ക്ഷേത്രങ്ങളാണ് അണക്കെട്ടുകൾ എന്ന് ആരാ വിശേഷിപ്പിച്ചത്? നെഹ്റു ആണ് വിശേഷിപ്പിച്ചത് കേട്ടോ. ജവഹർലാൽ നെഹ്റു ആണ് വിശേഷിപ്പിച്ചത്. ഇപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ലാർജ് സ്കെയിൽ അല്ലെങ്കിൽ മേജർ ജലവൈദ്യുത പദ്ധതി 1902 സ്വാതന്ത്ര്യത്തിനൊക്കെ മുമ്പ് തന്നെ കാവേരി നദിയിൽ ശിവസമുദ്രം എന്ന ഒരു പദ്ധതിയായിട്ട് അത് ആരംഭിച്ചു. കർണാടകയിലാണ് കേട്ടോ സംസ്ഥാനം. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ ജലവൈദ്യുത പദ്ധതിയാണ് നമ്മുടെ ചോദ്യത്തിനകത്ത് ഉണ്ടായിരുന്നു ദാമോദർ വാലി പദ്ധതി. നമുക്ക് 10ാം ക്ലാസ്സിലെ SCERT ടെക്സ്റ്റിനകത്ത് ഇത് കിടപ്പുണ്ട്. ദാമോദർ വാലി പദ്ധതിയെ പറ്റി 10ാം ക്ലാസ്സിൽ SCERT ടെക്സ്റ്റിനകത്ത്, 9ാം ക്ലാസ്സിലെ അല്ല 10ാം ക്ലാസ്സിലെ. ദാമോദർ വാലി പദ്ധതി എവിടെയാണ്? ദാമോദർ നദിയിലാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ ജലവൈദ്യുത പദ്ധതി. ഇത് തന്നെ 11ാം ക്ലാസ്സിലെ +1 NCERT ടെക്സ്റ്റിലും ഉണ്ട്. അപ്പോൾ 10ലും 11ലുമായിട്ട് നമുക്ക് ഈ ഒരു പോയിന്റ് കിട്ടും. അതുകൊണ്ട് ഇതൊരു റെയർ ഫാക്ട് എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഫാക്ട് എന്ന് പറയാൻ പറ്റത്തില്ല. എല്ലാവർക്കും അറിയാവുന്ന, പുസ്തകം വായിച്ചിട്ടില്ലാത്തവർക്ക് പോലും നോർമൽ റാങ്ക് ഫയലിൽ നിന്ന്, ക്ലാസ്സുകളിൽ നിന്ന്, യൂട്യൂബ് ക്ലാസ്സുകളിൽ നിന്ന് പോലും കിട്ടുന്ന ഒരു പോയിന്റാണിത്. സോ ഇതൊരു റെയർ ഫാക്ട് ഒന്നും പറയാൻ പറ്റത്തില്ല. ഇതൊരു ഫ്രീക്വന്റ് ഫാക്ട് ആണ്. കണ്ടിന്യൂസ്ലി ചോദിക്കുന്ന ഫാക്ട് ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അമേരിക്കയിലെ ടെന്നസി വാലി അതോറിറ്റിയുടെ മാതൃകയിൽ ഇന്ത്യ നിർമ്മിച്ച പദ്ധതിയാണ് ഏത്? ദാമോദർ വാലി പദ്ധതി. ദാമോദർ നദീതട പദ്ധതി നിലവിൽ വന്ന വർഷം 1948. സ്വാതന്ത്ര്യത്തിന് തൊട്ടടുത്ത വർഷം ജൂലൈ 7 ദാമോദർ നദീതട പദ്ധതിയുടെ ഭാഗമായ ആദ്യ അണക്കെട്ട് തിലയ്യ അണക്കെട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നു. അത് ദാമോദറിന്റെ പോഷക നദിയായ ബരാക്കർ നദിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ദാമോദർ വാലി പദ്ധതി ഒരു സ്ട്രെച്ച് ഓഫ് അല്ലെങ്കിൽ ഒരു ചെയിൻ ഓഫ് ഡാംസ് ആണ്. അപ്പോൾ അതിൽ ആദ്യത്തെ അണക്കെട്ട് എന്ന് പറയുന്നത് തിലയ്യ അണക്കെട്ടായിരുന്നു ബരാക്കർ നദിയിൽ. ഈ ദാമോദർ നദീതട പദ്ധതിയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ അണക്കെട്ട് കേട്ടോ. ഇതാണ് ഫസ്റ്റ് ആദ്യത്തെ വിവിധോദ്ദേശ ജലവൈദ്യുത പദ്ധതി. വലുത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ബക്ര നങ്കലാണ്. മാറിപ്പോരുത്, തിരിഞ്ഞു പോരുത്. അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ ജലവൈദ്യുത പദ്ധതി. അപ്പോൾ ആദ്യത്തെ പറഞ്ഞു, ഇനി വലുത് ചോദിച്ചാൽ ഏതാണ്? ബക്ര നങ്കലാണ്. നമ്മുടെ ചോദ്യമായിരുന്നു ബക്ര നങ്കൽ. ചോദ്യത്തിലെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു അല്ലേ? എവിടെയാണ്? സത്ലജ് നദിയിലാണ് നമ്മുടെ ചോദ്യത്തിനകത്ത് ഉണ്ടായിരുന്നത്. സംസ്ഥാനം ഹിമാചൽ പ്രദേശും പഞ്ചാബുമാണ്. 2 സംസ്ഥാനങ്ങളിലായിട്ട് ഈ ഒരു നദീതട പദ്ധതി വ്യാപിച്ചു കിടക്കുന്നു. ബക്രാനങ്കൽ ഡാം രൂപീകരിക്കുന്ന അണക്കെട്ടാണ് ഗോവിന്ദ് സാഗർ അണക്കെട്ട്. ബക്രാനങ്കൽ ഡാം രൂപീകരിക്കുന്ന റിസർവോയറിന്റെ പേരാണ് ഗോവിന്ദ് സാഗർ. ആ ഡാമിന്റെ റിസർവോയറിനെ വിളിക്കുന്ന പേരാണ് ഗോവിന്ദ് സാഗർ. ഇനി അടുത്തത് നമ്മുടെ ചോദ്യത്തിനകത്ത് ഉണ്ടായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് ടെഹ്രി അണക്കെട്ട് ഉത്തരാഖണ്ഡിലാണ്. ഗംഗാ നദി ഗംഗയായി മാറുന്നതിന് മുമ്പ് അത് ഭഗീരഥി എന്നറിയപ്പെട്ടു അല്ലെ? നമുക്കറിയാം ഭഗീരഥി അളകനന്ദയും ദേവപ്രയാഗിൽ കൂടിച്ചേർന്നതിന് ശേഷമാണ് ഗംഗയായി മാറുന്നത്. ഈ ഭഗീരഥിയിലാണ് ടെഹ്രി അണക്കെട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഗംഗോത്രി ഹിമാനിയിലെ ഗായ്മുഖ് ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ഗംഗ. നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഗംഗ എന്നുള്ള പേര് അതിന് കിട്ടുന്നത് എവിടെയാണ്? ദേവപ്രയാഗ് എത്തുമ്പോഴാണ്. അതുവരെ അത് ഭഗീരഥി എന്നറിയപ്പെടുന്നത്. ആ ഭഗീരഥി അളകനന്ദയുമായി കൂടിച്ചേരുമ്പോഴാണ് എന്തായി മാറുന്നത്? അത് നമ്മുടെ പ്രിയപ്പെട്ട ഗംഗയായി മാറുന്നത് അല്ലെ? ഇനി ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണ് ഹിരാക്കുഡ് അണക്കെട്ട്. ഇതെല്ലാം ഞാൻ ഈ പറഞ്ഞല്ലോ, ഈ കാര്യങ്ങളെല്ലാം 10ാം ക്ലാസ്സിലെ പുസ്തകത്തിലും 10ാം ക്ലാസ്സിലെ SCERT ടെക്സ്റ്റിനകത്തും 10ാം ക്ലാസ്സിലെ വൈവിധ്യങ്ങളുടെ ഇന്ത്യക്കകത്തും അതുപോലെ തന്നെ 11ാം ക്ലാസ് +1 നമ്മുടെ നദികളെ പറ്റി പഠിക്കുന്ന പാഠത്തിനകത്തും ഇതെല്ലാം കിടപ്പുണ്ട് കേട്ടോ. നദികളെ പറ്റി പഠിക്കുന്ന പാഠത്തിനകത്തും ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പോയിന്റ്സും കിടപ്പുണ്ട്. അതിനകത്ത് ഗോവിന്ദ് സാഗറൊക്കെ ഉള്ളു ഇല്ലാത്തത്. ബാക്കിയല്ല ബക്രാനങ്കലും ടെഹ്രി അണക്കെട്ടും ഹിരാക്കുഡ് അണക്കെട്ടും എല്ലാം എവിടെ കിടപ്പുണ്ട്? ഈ പറഞ്ഞ 2 പുസ്തകങ്ങളായിട്ട് കിടപ്പുണ്ട്. സോ ഇതൊരു SCERT ഫാക്ട് ആണ്. SCERT 10ാം ക്ലാസ്സിലെ പുസ്തകവും അതുപോലെ തന്നെ 11ാം ക്ലാസ്സിലെ NCERT ടെക്സ്റ്റും കേട്ടോ. അതിനകത്തു നിന്നാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് ഗ്രാവിറ്റി അണക്കെട്ടാണ്. നിർമ്മാണത്തിന്റെ ഉപയോഗിച്ച കോൺക്രീറ്റിന്റെ വ്യാപ്തത്തിന്റെ വോളിയത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും വലുത് സർദാർ സരോവറാണ്. ഈ പദ്ധതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നർമ്മദയിലാണ്. ഉദ്ഘാടനം 2017 സെപ്റ്റംബർ 17 നരേന്ദ്രമോദി ആണ് നിർവഹിച്ചത്. നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ് നിർവഹിച്ചത്. എവിടെയാണിത്? ഗുജറാത്തിലാണ് കേട്ടോ. ഗുജറാത്തിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ എർത്തേൺ ഡാം എന്നറിയപ്പെടുന്നത് ബാണാസുര സാഗറാണ്. ഇന്ത്യയിലെ ഏറ്റവും മണ്ണുകൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതിൽ ഏറ്റവും വലിയ ഡാം ബാണാസുര സാഗറാണ്. വയനാടാണ് കേട്ടോ. വയനാട് കബനിയുടെ ഒരു പോഷക നദിയായ കരമനത്തോട് എന്ന ഒരു ചെറിയ നദിയിലാണ്, അല്ലെങ്കിൽ ആ നദിയിലാണ്. കരമനത്തോട് എന്നാണ് നദിയുടെ പേര്. ആ നദിയിലാണ് ബാണാസുര സാഗർ എന്നറിയപ്പെടുന്ന അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അത് മറക്കരുത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മേസണറി അണക്കെട്ട്, കല്ലുകൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതിലെ ഏറ്റവും വലിയ അണക്കെട്ട് എന്ന് പറഞ്ഞാൽ ഏതാണ്? നാഗാർജുന സാഗറാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മേസണറി അണക്കെട്ട് നാഗാർജുന സാഗറാണ്. എവിടെയാണ് നാഗാർജുന സാഗർ? കൃഷ്ണ നദിയിലാണ്. നാഗാർജുന സാഗർ എവിടെയാണ്? കൃഷ്ണ നദിയിലാണ്. ആന്ധ്രയുടെയും തെലങ്കാനയുടെയും അതിർത്തിയിലായിട്ട് നാഗാർജുന സാഗർ സ്ഥിതി ചെയ്യുന്നു. ആന്ധ്രാപ്രദേശിന്റെയും തെലങ്കാനയുടെ അതിർത്തിയിലായിട്ട് നാഗാർജുന സാഗർ സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ റബ്ബർ ഡാം നിലവിൽ ഗയാജി ഡാമാണ്. ആദ്യത്തെ റബ്ബർ ഡാമാണ് ജൻജിയാവതി കേട്ടോ. ജൻജിയാവതി അത് ആന്ധ്രാപ്രദേശിലാണ് ജൻജിയാവതി ഡാം. ജൻജിയാവതി നദിയിലാണ് ജൻജിയാവതി അണക്കെട്ടുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ
റബ്ബർ ഡാം നിലവിൽ ഗയാജി ഡാമാണ്. ബീഹാറിലെ ഫാൽഗു എന്ന നദിയിലാണ് കേട്ടോ. ബീഹാറിലെ ഫാൽഗു എന്ന നദിയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ റബ്ബർ ഡാം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം മൊത്തം ഇതാണ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ് ഈ ഒരു ചോദ്യം മുഴുവൻ. ഈ ചോദ്യത്തിന്റെ ഓപ്ഷനും എല്ലാം സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. ആസാം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത് സംരാമതി, സംരാമതി അല്ല സാരാമതിയാണ്. തെമ്പു, കാങ്തോ, നമച്ച ബർവ അല്ല നംച ബർവ എന്നാണ് അല്ലേ, അങ്ങനെയാണ് ഇങ്ങനെ എഴുതേണ്ടത്. നംച ബർവ എന്ന് എഴുതേണ്ടത്. പിന്നെ വായിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ഏതാണ് ആസാം ഹിമാലയ പർവ്വതങ്ങൾ ഉയരം കൂടിയത്? ഇതെവിടെ നിന്നാണ് ഈ ചോദ്യം വന്നതെന്ന് ആർക്കെങ്കിലും പറയാമോ? ഈ ചോദ്യം വന്നിട്ടുള്ളത് ന്യൂ SART. പുതിയ SART എന്ന് പറഞ്ഞാൽ ഏതാ? 9ാം ക്ലാസ്സിലെ പുസ്തകം, അല്ലാതെ വേറെ ഏതാ പുതിയ SART ടെക്സ്റ്റ്? 9ാം ക്ലാസ്സിലെ റിവൈസ്ഡ് SART ടെക്സ്റ്റ് ഉണ്ടല്ലോ, അതിലെ 1ാമത്തെ പാഠത്തിൽ നിന്നാണ്. ഓൾറെഡി ഞാനിത് യൂട്യൂബിൽ 1ാമത്തെ പാഠത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത കൂട്ടത്തിൽ ഇത് ഞാൻ പഠിപ്പിച്ചിരുന്നു. അതല്ലാതെ നമ്മുടെ SART പാക്കിനകത്ത് ഓൾറെഡി ഈ പാഠത്തിനകത്ത് ഈ ഒരു സാധനം കിടപ്പുണ്ട്. നോക്കിയേ, ഹിമാലയത്തിൻ്റെ 3 പ്രാദേശിക മേഖലകളും അവയെ വേർതിരിക്കുന്ന നദികളുമാണ് ചുവടെ നൽകിയിട്ടുള്ള പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ചിത്രം നിരീക്ഷിച്ച് 3 പ്രാദേശിക മേഖലകളും അവയെ വേർതിരിക്കുന്ന നദികളുടെ സ്ഥാനവും കണ്ടെത്തി ഇന്ത്യയുടെ ഭൂപട രേഖയിൽ വരച്ചു ചേർക്കൂ. അപ്പോൾ ഹിമാലയത്തെ പ്രാദേശികമായിട്ട് 3ആയി തരംതിരിക്കുന്നു. ഏതൊക്കെയാണ്? പടിഞ്ഞാറൻ ഹിമാലയം, സിന്ധു നദിക്കും കാളി നദിക്കും ഇടയ്ക്കുള്ള സ്പേസിലുള്ള ഹിമാലയമാണ് പടിഞ്ഞാറൻ ഹിമാലയം. സിന്ധു നദിക്കും കാളി നദിക്കും. ക്ലിയർ? കാളി നദി ഉത്തരാഖണ്ഡിലൂടെയാണ് ഒഴുകുന്നത് നമുക്കറിയാം. ഉത്തരാഖണ്ഡ് നേപ്പാൾ ബോർഡറിലൂടെ വന്ന് പിന്നെ ഉത്തരാഖണ്ഡിലേക്ക് പ്രവേശിച്ച് പിന്നെ ഉത്തർപ്രദേശിലേക്ക് ഒഴുകിപ്പോകുന്ന നദിയാണ് കാളി അല്ലേ. കാളി നദി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗംഗ റിവർ സിസ്റ്റം പഠിക്കുമ്പോൾ നമ്മൾ കാളിയെ പറ്റി ഒത്തിരി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നതാണ്. പിന്നെ മധ്യ ഹിമാലയം, കാളിക്കും ടീസ്റ്റ എന്ന് പറഞ്ഞാൽ സിക്കിമിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ നദിയാണ്, ബ്രഹ്മപുത്രയുടെ പോഷക നദിയാണ്. അപ്പോൾ കാളിക്കും ടീസ്റ്റയ്ക്കും ഇടയ്ക്ക് വരുന്ന ഹിമാലയ ഭാഗത്തെയാണ് മധ്യ ഹിമാലയം, മിഡിൽ ഹിമാലയസ് എന്ന് വിളിക്കുന്നത്. 3 കിഴക്കൻ ഹിമാലയം, ടീസ്റ്റയ്ക്കും ബ്രഹ്മപുത്രയ്ക്കും ഇടയ്ക്ക് വരുന്ന പോർഷനാണ് ഏത്? കിഴക്കൻ ഹിമാലയം. ഓക്കെ, ഇനി ഈ പടിഞ്ഞാറൻ ഹിമാലയത്തെ തന്നെ വീണ്ടും 3ആയി തരംതിരിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ പുസ്തകത്തിൽ കിടപ്പുണ്ട്. പടിഞ്ഞാറൻ ഹിമാലയത്തെ തന്നെ കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം എന്നിങ്ങനെ 3ആയിട്ട് പിന്നെയും വേർതിരിക്കുന്നുണ്ട്. മധ്യ ഹിമാലയത്തെ അങ്ങനെ പ്രത്യേക പുതിയ വേർതിരിവൊന്നുമില്ല. കിഴക്കൻ ഹിമാലയത്തിന് വേറെ വേർതിരിവുകളൊന്നുമില്ല. ക്ലിയർ അല്ലേ? ഇനി കിഴക്കൻ ഹിമാലയത്തിന്റെ പ്രത്യേകതകൾ പറയുന്ന കൂട്ടത്തിൽ എന്താണ് ഇവിടെ ശ്രദ്ധിച്ചോണം. പടിഞ്ഞാറൻ ഹിമാലയത്തെ അപേക്ഷിച്ച് ഉയരം കുറഞ്ഞ മലനിരകളായ കിഴക്കൻ ഹിമാലയം ടീസ്റ്റ നദി തൊട്ട് നമ്മൾ പഠിച്ചല്ലോ, ടീസ്റ്റ നദി തൊട്ട് ബ്രഹ്മപുത്ര നദി വരെ കാണപ്പെടുന്നു. അത്രയും ഭാഗത്തെ ഹിമാലയമാണ് കിഴക്കൻ ഹിമാലയം. നമ്മുടെ ചോദ്യം ഇതാണല്ലോ, ആസാം ഹിമാലയം എന്നും അറിയപ്പെടുന്ന ഈ മേഖലയിലെ പ്രധാന കൊടുമുടിയാണ് നംച ബർവ. നമ്മുടെ ചോദ്യം എന്തായിരുന്നു? ആസാം ഹിമാലയത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏത് എന്നുള്ളതായിരുന്നു നമ്മുടെ ചോദ്യം. ആരെയാണ് ആസാം ഹിമാലയം എന്ന് വിളിക്കുന്നത്? കിഴക്കൻ ഹിമാലയത്തെ തന്നെയാണ് എന്തും വിളിക്കുന്നത്? ആസാം ഹിമാലയം എന്നും വിളിക്കുന്നത്. ആരെയാണ്? കിഴക്കൻ ഹിമാലയത്തെ തന്നെയാണ് ആസാം ഹിമാലയം എന്നും വിളിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ബ്രഹ്മപുത്ര, അടുത്തത് ബ്രഹ്മപുത്ര, കാമങ്, ലോഹിത്, സുബൻസിരി എന്നിവയാണ് പ്രധാന നദികൾ. എവിടുത്തെ? കിഴക്കൻ ഹിമാലയത്തിലെ പ്രധാന നദികൾ. ബ്രഹ്മപുത്ര, കാമങ്, ലോഹിത്, സുബൻസിരി ഇതൊക്കെയാണ് കിഴക്കൻ ഹിമാലയത്തിലെ പ്രധാന നദികൾ. അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസയുമായി ബന്ധിപ്പിക്കുന്ന ടിബറ്റിലെ എങ്ങോട്ടാ? ലാസ. ടിബറ്റിലെ അവരുടെ തലസ്ഥാനമാണ് ലാസ. അങ്ങോട്ട് ബന്ധിപ്പിക്കുന്ന ബോംഡില ചുരം, അതുപോലെ മ്യാൻമറുമായി ബന്ധിപ്പിക്കുന്ന അരുണാചൽ പ്രദേശിനെ മ്യാൻമറുമായി ബന്ധിപ്പിക്കുന്ന ദിഫു ചുരം തുടങ്ങിയവ പ്രധാന ചുരങ്ങളാണ് ഇവിടുത്തെ കിഴക്കൻ ഹിമാലയത്തിലെ പ്രധാന ചുരങ്ങളായി. ഇപ്രാവശ്യം കൊടുമുടിയാണ് ചോദിച്ചത്. അടുത്ത പരീക്ഷയ്ക്ക് വേണമെങ്കിൽ കിഴക്കൻ ഹിമാലയത്തിലെ ചുരങ്ങൾ ചോദിക്കാം, നദികൾ ചോദിക്കാം. ബ്രഹ്മപുത്ര, കാമങ്, ലോഹിത്, സുബൻസിരി കേട്ടോ. ചിലപ്പോൾ നദികൾ ചോദിക്കാം. ഇതേപോലെ തന്നെ നിങ്ങൾ മധ്യ ഹിമാലയവും പടിഞ്ഞാറ് ഹിമാലയവും പഠിച്ചു വെച്ചേക്കുക കേട്ടോ. എല്ലാം കൂടെ നമുക്ക് ഒരു ക്ലാസ്സിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. ഓൾറെഡി എടുത്തു പോയ ക്ലാസ്സുകളാണ്. യൂട്യൂബിനകത്ത് ഇതിൻ്റെ ഡീറ്റെയിൽ ക്ലാസ്സുകൾ കിടപ്പുണ്ട്, അത് വേണം നിങ്ങൾക്ക് കാണാം. അടുത്ത ചോദ്യം വന്നേക്കുന്നത് കാശ്മീർ ഹിമാലയ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനമാണ്. ഇതും അക്ഷരത്തെറ്റുണ്ട്. ഏതാണ്? കരീവ എന്നാ കൊടുത്തേക്കുന്നത്. ആൻസർ കരേവയാണ് അല്ലേ? നമ്മുടെ ആൻസർ കരേവയാണ്, പക്ഷെ അവർ കരീവ എന്നാ കൊടുത്തേക്കുന്നത്. കാശ്മീർ ഹിമാലയ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമപ്പൂവിന്റെ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനമാണ് കരേവ. എവിടെ നിന്നാണ് ഈ ചോദ്യം വന്നത്? ഈ ചോദ്യം വന്നിട്ടുള്ളത് +1 ടെക്സ്റ്റിൽ നിന്നാണ്. +1 ടെക്സ്റ്റിൽ നിന്നാണ്, രണ്ടാമത്തെ പാഠത്തിൽ നിന്ന് കേട്ടോ. +1 ടെക്സ്റ്റിൽ രണ്ടാമത്തെ പാഠത്തിൽ നിന്നാണ്. കരേവ എന്താണെന്ന് ഇവർ എടുത്ത് പറയുന്നുണ്ട്, ടെക്സ്റ്റിനകത്ത് പറയുന്നുണ്ട്. ഇത് +1 എന്നുള്ള ചോദ്യമാണ്. ഹിമാനി നിക്ഷേപണ ഭൂരൂപമായ ഹിമാനികൾ അവസാദങ്ങൾ നിക്ഷേപിച്ചുണ്ടായ ഭൂരൂപമാണ് മൊറൈൻ. ഈ മൊറൈനുകളോടൊപ്പമുള്ള ഹിമാനി കളിമണ്ണും
മറ്റു വസ്തുക്കളും ചേർന്ന് രൂപപ്പെടുന്ന കനമേറിയ നിക്ഷേപമാണ്. മൊറൈനുകളും കളിമണ്ണും കൂടി ചേർന്നുണ്ടാകുന്ന, പഠിച്ചു, മൊറൈനുകളും കളിമണ്ണും കൂടി ചേർന്നുണ്ടാകുന്ന കനമുള്ള തിക്കായിട്ടുള്ള ഒരു നിക്ഷേപമാണ് കരേവ. കേട്ടോ. ഇനി കരേവ എന്തിനു, നമ്മുടെ ചോദ്യം എന്തായിരുന്നു? ഇതാണ് നമ്മുടെ ചോദ്യം. കുങ്കുമപ്പൂവിന്റെ കൃഷിക്ക് അനുയോജ്യമായ കരേവ. ഇത്ര മതിയല്ലോ നമുക്ക്. ഇതാണ് നമ്മുടെ ചോദ്യം. കുങ്കുമപ്പൂവിന്റെ കൃഷിക്ക് അനുയോജ്യമായ കരേവ. ഇതായിരുന്നു നമ്മുടെ ചോദ്യം. ക്ലിയർ അല്ലേ? അതെവിടെയുണ്ട്? കാശ്മീർ ഹിമാലയത്തിലാണ് ഇത് കാണപ്പെടുന്നത്. അടുത്ത ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെവിടെ കാണപ്പെടുന്നു? ഇവിടെ കാശ്മീർ ഹിമാലയ മേഖലയിലാണ് ഇത് കാണപ്പെടുന്നത്. എവിടെ കാണപ്പെടുന്നത്? കാശ്മീർ ഹിമാലയ മേഖലയിലാണ് ഇത് കാണപ്പെടുന്നത്. ഓക്കെ ആണോ? അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ കണ്ടില്ലേ? എല്ലാം SCRT തന്നെയാണ്. ഇതുവരെ ചോദിച്ചൊന്നും SCRTക്ക് പുറത്ത് പോയിട്ടില്ല. SCRT 5 മുതൽ 10 വരെ, പിന്നെ അതുപോലെ തന്നെ NCERT +1 ടെക്സ്റ്റ്. അവിടെ നിന്നാണ് ഇതുവരെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചേക്കുന്നത്. ഇനിയാണ് കളി മാറുന്നത്. നമുക്ക് നോക്കാം. ദേശീയ ഹരിത ട്രിബ്യൂണൽ നിയമം മൂലം, ദേശീയ ഹരിത ട്രിബ്യൂണൽ, നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ, ഇവർ സ്ഥാപിക്കപ്പെട്ട വർഷം ഈ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഏറ്റവും അവസാനം ആ ചോദ്യം കൂടപ്പുണ്ട്. ട്രിബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനം ഏത്? ഫസ്റ്റ് ടൈമാണ് PSC ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത്. 5 മുതൽ 10 വരെയുള്ള SCRTയിലോ +1ലോ +2ലോ ഇങ്ങനെ ഒരു സാധനത്തെ പറ്റി പറയുന്നില്ല. ഇതെവിടെ നീ ചോദ്യം എടുത്തു ചോദ്യകർത്താവ്? 9ാം ക്ലാസ്സിലെ CBSEക്കാരുടെ, അതായത് 9ാം ക്ലാസ്സിലെ NCERT, SCRT അല്ല, 9ാം ക്ലാസ്സിലെ CBSE സിലബസിലുള്ള പുസ്തകം, അതായത് NCERT ടെക്സ്റ്റ്. 9ലെ NCERT എന്ന് സിമ്പിളായിട്ട് പറയാം. 9ലെ SCRT ആണ് കേരള സിലബസായിട്ട് പഠിക്കുന്നത്. 9ലെ NCERT. ആ ടെക്സ്റ്റിലെ കണ്ടംപററി ഇന്ത്യ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അതിലെ പാർട്ട് 2ൽ നിന്നാണ് ഈ ചോദ്യം വന്നേക്കുന്നത്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് റാറ്റ് ഹോൾ മൈനിങ് ആണ്. ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? റാറ്റ് ഹോൾ മൈനിങ് ആണ്. ദേശീയ ഹരിത ട്രിബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനം എന്താണ്? റാറ്റ് ഹോൾ മൈനിങ് ആണ്. എന്താണ് റാറ്റ് ഹോൾ മൈനിങ്? എന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചോദ്യം ഉൾപ്പെടെ അതിനകത്ത് കിടപ്പുണ്ട്. നോക്കിക്കോ. ഡു യു നോ that most of the minerals in India are nationalized and their extraction is possible only after obtaining due permission from the government. ഗവൺമെന്റിൽ നിന്നുള്ള നിയമമില്ലാതെ അല്ലെങ്കിൽ അനുമതിയില്ലാതെ നമുക്ക് ഖനനം നടത്താനായിട്ട് ഇന്ത്യയിൽ സാധ്യമല്ല. മനസ്സിലായില്ലേ? ബട്ട് ഇൻ മോസ്റ്റ് ഓഫ് ദ ട്രൈബൽ ഏരിയാസ് ഓഫ് ദ നോർത്ത് ഈസ്റ്റ് ഇന്ത്യ, വടക്കിഴക്കൻ ഇന്ത്യയിലെ ട്രൈബൽ അല്ലെങ്കിൽ ഗോത്ര വിഭാഗങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ ഗോത്ര വിഭാഗങ്ങൾ വസിക്കുന്ന സ്ഥലത്ത് മിനറൽസ് ആർ ഓൺഡ് ബൈ ഇൻഡിവിജ്വൽസ്. വ്യക്തികൾ ഈ മിനറൽസ്, ധാതുക്കൾ നിറഞ്ഞ പ്രദേശം വ്യക്തികൾക്കോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റികളോ ഓർഗനൈസേഷൻസോ ഒക്കെ ഈ ഒരു മിനറൽസ് ഉള്ള പ്രദേശം കൈവശപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇൻ മേഘാലയ, നോർത്ത് ഈസ്റ്റിലെ മേഘാലയ എന്ന സ്ഥലത്ത് ദർ ആർ ലാർജ് ഡെപ്പോസിറ്റ്സ് ഓഫ് കോൾ. ഇവിടെയാണ് ടേർഷറി കോളിന്റെ സാന്നിധ്യം കൂടുതലുള്ള ഒരു സംസ്ഥാനമാണ് മേഘാലയ. ടേർഷറി കോൾ, അതായത് ഹിമാലയത്തിന്റെ രൂപീകരണ സമയത്തൊക്കെ ഉണ്ടായ കോൾ, അതാണ് ടേർഷറി കോൾ എന്ന് പറയുന്നത്. അതിന്റെ അളവ് കൂടുതലുള്ള സ്ഥലമാണ് മേഘാലയ. അതുപോലെ തന്നെ ഡെപ്പോസിറ്റ്സ് ഓഫ് കോൾ, അയൺ ഓർ, ലൈം സ്റ്റോൺ ആൻഡ് ഡോളമൈറ്റ് എക്സെട്ര. ഇത്രയും സാധനങ്ങൾ എവിടെയുണ്ട്? മേഘാലയയിലുണ്ട്. കോള്, അയൺ ഓർ, ലൈം സ്റ്റോൺ, ഡോളമൈറ്റ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇവയുടെയൊക്കെ ഇതൊക്കെ ആരാണ് കൈവശം വെച്ചിരിക്കുന്നത്? അവിടുത്തെ ഗോത്ര വിഭാഗങ്ങളോ കമ്മ്യൂണിറ്റികളാണ് ഇത് കൈവശം വെച്ചിരിക്കുന്നത്, ഈ മിനറൽസ് ഉള്ള ഖനികൾ. കോൾ മൈനിങ് ഇൻ ജോവായി ആൻഡ് ചിറാപുഞ്ചി, മേഘാലയയിൽ തന്നെയുള്ള 2 സ്ഥലങ്ങളാണ് ജോവായും ചിറാപുഞ്ചിയും, is done by family member in the form of a long narrow tunnel. ഒരു തുരങ്കം നിർമ്മിക്കും, നീളമുള്ള അല്ലെങ്കിൽ ഒരു നാരോ, വീതി കുറഞ്ഞ തുരങ്കം നിർമ്മിച്ച് അവര് ആ തുരങ്കത്തിനുള്ളിലേക്ക് കയറി എന്ത് ചെയ്യുന്നു? ഖനനം നടത്തുന്നു. കൽക്കരിയും അതുപോലെ തന്നെ ഡോളമൈറ്റും ലൈംസ്റ്റോണും ഒക്കെ അവരെന്ത് ചെയ്യുന്നു? എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു. മനസ്സിലായില്ലേ? ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റാറ്റ് ഹോൾ മൈനിങ് എന്ന് വിളിക്കുന്നത്. ഇതിനെ വിളിക്കുന്ന പേരാണ് റാറ്റ് ഹോൾ മൈനിങ്. നമ്മുടെ ചോദ്യം, അവസാന സെന്റൻസ്, ദേശീയ ഹരിത ട്രിബ്യൂണൽ, നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ഹാസ് ഡിക്ലയർഡ് സച്ച് ആക്ടിവിറ്റീസ് ഇല്ലീഗൽ ആൻഡ് റെക്കമെൻഡഡ് ദാറ്റ് ദീസ് ഷുഡ് ബി സ്റ്റോപ്ഡ് ഫോർത്ത്. ദേശീയ ഹരിത ട്രിബ്യൂണൽ നിയമം മൂലം നിരോധിച്ച ഖനനം ഏത് എന്നായിരുന്നു നമ്മുടെ ചോദ്യം. കിടക്കുന്നു റാറ്റ് ഹോൾ മൈനിങ്. ചോദ്യം വന്ന സ്ഥലം കണ്ടോ? ഒരിടത്തുനിന്നും പുറത്തുനിന്നൊന്നും അല്ല ചോദിച്ചത്, പുസ്തകത്തിൽ നിന്ന്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നൊരു പുസ്തകം, 9ാം ക്ലാസ്സിലെ NCERT ടെക്സ്റ്റ്. അത് ഇനി നിർബന്ധമായും പഠിച്ചിരിക്കണം. കാരണം അടുത്ത ചോദ്യവും ഇവിടുന്ന് തന്നെയാണ്. അല്ല, ഈ അടുത്ത ചോദ്യമല്ല, ഇത് കഴിഞ്ഞിട്ട് ഒരു ചോദ്യം കൂടെ ഉണ്ട്. അടുത്ത ചോദ്യം നോക്കിയേ. മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞു പുളഞ്ഞൊഴുകുന്ന നദി സൃഷ്ടിക്കുന്ന ഭൂരൂപമാണ് ഡാഷ്. ഏതാണ് ആൻസർ? ആൻസർ ഓപ്ഷൻ ഡി ആണ്.
ഓക്സ്ബോ തടാകങ്ങളാണ്. ഓക്സ്ബോ തടാകങ്ങൾ മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരനിമിത്തം നദികൾ വളഞ്ഞു പുളഞ്ഞൊഴുകി ഉണ്ടാകുന്ന ഭൂരൂപമാണ് ഓക്സ്ബോ തടാകം. എവിടുന്നാ ചോദ്യം ചോദിച്ചെന്ന് പറയാമോ? ന്യൂ SCERT, അതായത് റിവൈസ് SCERT എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? 9ാം ക്ലാസ്സിലെ പുസ്തകം, അതിലെ 2ാമത്തെ ചാപ്റ്റർ. ഇതും ഞാൻ ഓൾറെഡി യൂട്യൂബിൽ 9ാം ക്ലാസ്സിലെ 2ാമത്തെ പാഠത്തിലെ പ്രധാന ചോദ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് എൻട്രിയുടെ യൂട്യൂബ് ക്ലാസ്സിൽ ഈ ഒരു ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ തന്നെ നമ്മുടെ SCERT പാക്കിനകത്ത് ആപ്പിലും ഈ പറഞ്ഞ പാഠവും ഈ പാഠവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും കിടപ്പുണ്ട്. നിങ്ങൾക്ക് അത് നോക്കാവുന്നതാണ്. ഓൾറെഡി നിങ്ങളിത് കണ്ടതായിരിക്കും. ഇത് നോക്കിക്കുക, മിയാൻഡറുകളും ഓക്സ്ബോ തടാകങ്ങളും പുസ്തകത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന ഭാഗം നമുക്ക് വായിക്കാം. നദി താരതമ്യേന ചെരിവ് കുറഞ്ഞതോ നേരിയ ചെരിവുള്ളതോ ആയ പ്രദേശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവസാദ നിക്ഷേപങ്ങൾ നദിയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നു. അതിന്റെ ഫലമായി നദി, നമ്മുടെ ചോദ്യം, വളഞ്ഞു പുളഞ്ഞ് ഒഴുകി വലയങ്ങൾ അല്ലെങ്കിൽ മിയാൻഡറുകൾ സൃഷ്ടിക്കുന്നു. തുടർച്ചയായ അപരദന നിക്ഷേപണ പ്രക്രിയ മൂലം ഇത്തരം വലയങ്ങൾ കൂടുതൽ വളയുന്നു. പിന്നീട് ഒഴുക്ക് കൂടുമ്പോൾ നദി നേർഗതി സ്വീകരിക്കുകയും നിക്ഷേപണം മൂലം വളഞ്ഞൊഴുകിയ ഭാഗം നദിയുടെ പ്രധാന ഭാഗത്തു നിന്നും വേർപെട്ട് ഒറ്റപ്പെട്ട തടാകങ്ങളായി മാറുകയും ചെയ്യുന്നു. ഇത്തരം തടാകങ്ങളാണ് ഓക്സ്ബോ തടാകങ്ങൾ. കണ്ടോ? ഇത്തരം തടാകങ്ങളാണ് ഓക്സ്ബോ തടാകങ്ങൾ. കണ്ടോ? ആ നദി വളഞ്ഞു ഒഴുകുന്നതിന്റെ ഫലമായി രൂപപ്പെടുന്ന ഭൂരൂപം ഏതെന്നായിരുന്നു നമ്മുടെ ചോദ്യം. കിട്ടിയില്ലേ? ഓക്സ്ബോ തടാകം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓക്സ്ബോ തടാകം എവിടാണെന്നറിയാവോ? ഏതാണ്? കൻവർ അല്ലെ? കൻവർ തടാകമാണ്. ഗണ്ഡകി നദിയുടെ മിയാൻഡറിങ് വഴി ഉണ്ടായതാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഓക്സ്ബോ തടാകം വൈന്തല, ചാലക്കുടി പുഴയുടെ മിയാൻഡറിങ് വഴി രൂപപ്പെട്ടതാണ്. ക്ലിയർ അല്ലേ? അടുത്തത്, നറോറ ആണവനിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? നറോറ ആണവനിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? നമുക്ക് ഇത് +1 ടെക്സ്റ്റ് ആണ്. +1 ആണ്. +1 10ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ ആണവ നിലയങ്ങളെ പറ്റി പറയുന്നുണ്ടെങ്കിൽ നറോറയെ പറ്റി പറയുന്നില്ല. ഇത് +1ലെ ഊർജ്ജ വിഭവങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാഠമുണ്ട്. മാനവിക ഭൂമിശാസ്ത്ര എക്കണോമിക് ജോഗ്രഫി എന്നറിയപ്പെടുന്ന ഒരു പുസ്തകം. +1 അല്ല, +2 +2ല് ഇന്ത്യയുടെ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. ഇന്ത്യയുടെ സാമ്പത്തിക ഭൂമിശാസ്ത്രം. അതിനകത്താണ് ഈ ആണവ നിലയത്തെ പറ്റി, പ്രത്യേകിച്ച് നറോറ ആണവ നിലയത്തെ പറ്റിയൊക്കെ പറയുന്നത്. PSC ഇത് 2ാമത്തെ 3ാമത്തെ തവണയാണ് ഈ 2 വർഷത്തിനിടയ്ക്ക് നറോറയെ പറ്റി എടുത്തു ചോദിക്കുന്നത്. പ്രധാനപ്പെട്ട ആണവ നിലയങ്ങൾ അപ്പോൾ അതുകൊണ്ട് ഒന്ന് പഠിച്ചോ നിങ്ങൾ. ഞാൻ ആദ്യം കൊടുത്തേക്കുന്നത് റാവത്ത് ഭട്ടയാണ്. നോക്കിക്കേ, റാവത്ത് ഭട്ട. കോട്ട ആണവ നിലയം എന്ന് പറയപ്പെടുന്നത് കോട്ട എന്ന സ്ഥലത്താണ്, രാജസ്ഥാനിലെ. ഇനി അടുത്തത് മദ്രാസ് അറ്റോമിക് പവർ സ്റ്റേഷൻ. അതുപോലെ തന്നെ കൽപ്പാക്കം എവിടെയാണ്? തമിഴ്നാടാണ്. കൂടംകുളം എവിടെ തന്നെയാണ്? തമിഴ്നാടാണ്. അടുത്ത നറോറ, നമ്മുടെ ചോദ്യം. നറോറ എവിടെയാണ്? ഉത്തർപ്രദേശാണ് നറോറ. കൈഗ എവിടെയാണ്? കൈഗ കർണാടകയാണ്. കാക്കറപ്പാറ ആണവ നിലയം എവിടെയാണ്? കാക്കറപ്പാറ ആണവ നിലയം ഗുജറാത്തിലാണ്. കേട്ടോ? അപ്പോൾ പ്രധാനപ്പെട്ട ആണവ നിലയങ്ങൾ കണ്ടില്ലേ? നോക്കിക്കേ, ഇന്ത്യയിലെ ആണവ നിലയങ്ങളെ നിയന്ത്രിക്കുന്ന ഏജൻസി ആരാണ്? ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ്, NPCIL. ഏത് വർഷമാണ് NPCIL സ്ഥാപിതമായത്? 87ലാണ്. ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് സ്ഥാപിതമായത് 87ലാണ്. ഇവരുടെ ആസ്ഥാനം മുംബൈയാണ്. ഇന്ത്യയിൽ ആദ്യത്തെ ആണവ നിലയം താരാപൂരാണ്. മഹാരാഷ്ട്രയിലെ താരാപൂരാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആണവ വൈദ്യുത നിലയം. താരാപൂരാണ്. താരാപൂർ അറ്റോമിക് പവർ സ്റ്റേഷൻ നിലവിൽ വന്ന വർഷം 1969 ഒക്ടോബർ 28ആണ്. 1969 ഒക്ടോബർ 28ആണ്. 1969 ഒക്ടോബർ 28ആണ് താരാപൂർ ആണവ നിലയം നിലവിൽ വന്നത്. ഇന്ത്യയിലെ നിലവിൽ ഏറ്റവും കൂടുതൽ ഉൽപാദനശേഷിയുള്ള ആണവ നിലയം ഏതാണ്? കൂടംകുളമാണ്. ജയ്താപൂരിന്റെ നിർമ്മാണം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ജയ്താപൂർ കൂടംകുളത്തേക്കാൾ വലിയ ശേഷിയുള്ള ആണവ നിലയം മാറാൻ ഉടനെ തന്നെ കെൽപ്പുള്ള ഒരു ആണവ നിലയമാണ്. ഇനി കൂടംകുളം ന്യൂക്ലിയർ പവർ സ്റ്റേഷനിൽ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? തമിഴ്നാട്ടിലെ തിരുനെൽവേലി എന്ന ജില്ലയിലാണ് കൂടംകുളം പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. കൂടംകുളം പദ്ധതിയുമായി സഹകരിക്കുന്ന രാജ്യം ഏതാണ്? റഷ്യയാണ് അല്ലെ? റഷ്യയാണ്. വലിയ പ്രക്ഷോഭമൊക്കെ കൂടംകുളം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. SP ഉദയകുമാർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരാളെ പറ്റിയൊക്കെ പഠിക്കുന്നുണ്ട് അല്ലേ? അപ്പം ഇതൊക്കെ വലിയ ജനങ്ങൾക്കിടയിൽ വലിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കിയിരുന്ന ഒരു കാലത്ത് വലിയ വിപ്ലവങ്ങൾ, പ്രക്ഷോഭങ്ങൾ ഉണ്ടായിരുന്നു ഇതിനെ പറ്റിയൊക്കെ. ഇനി കൂടംകുളം പദ്ധതി ഒപ്പുവെച്ച വർഷം 1988 നവംബർ 20ആണ്. കേട്ടോ? 1988 നവംബർ 20ആണ്. താരാപൂർ വന്നത് 69ലാണ്. കൂടംകുളം വന്നത് 88ലാണ്. ഓർക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആണവ പ്ലാന്റ് സ്ഥാപിതമാകുന്നത് എവിടെ? ജയ്താപൂരാണ്. ഞാൻ പറഞ്ഞിരുന്നു, ജയ്താപൂർ മഹാരാഷ്ട്രയിലെ. സഹകരിക്കുന്ന രാജ്യം ഇതുമായിട്ട് ആരാണ് സഹകരിക്കുന്നത്? ഫ്രാൻസ് ആണ്. അടുത്ത 962 ദിവസം തുടർച്ചയായി, ഇപ്പം 2-3 വർഷം അല്ലെ, തുടർച്ചയായി പ്രവർത്തിച്ച് ലോക റെക്കോർഡ് നേടി ഇന്ത്യയിലെ ആണവ നിലയമാണ് കൈഗ ആണവ നിലയം. കൈഗ ആണവ നിലയം എവിടെയാണ്? കർണാടകയിലാണ്. കൈഗ ആണവ നിലയം എവിടെയാണ്? കർണാടകയിലാണ്. മദ്രാസ് അറ്റോമിക് പവർ സ്റ്റേഷൻ കൽപ്പാക്കം. മദ്രാസ് അറ്റോമിക് പവർ സ്റ്റേഷൻ കൽപ്പാക്കം എവിടെ സ്ഥിതി ചെയ്യുന്നു? തമിഴ്നാട്. തമിഴ്നാട്ടിലെ മറ്റൊരു പ്രധാന ആണവ നിലയമാണ്
കൽപ്പാക്കം ആണവ നിലയം കേട്ടോ. മദ്രാസ് അറ്റോമിക് പവർ സ്റ്റേഷൻ എന്നറിയപ്പെടുന്ന മാപ്സ് കേട്ടോ. അടുത്ത ചോദ്യം. ഈ ചോദ്യവും ഇതേപോലെ തന്നെ PSC ആദ്യമായി ചോദിച്ച ഒരു ചോദ്യം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഇതിനു മുമ്പ് ഇങ്ങനൊരു ചോദ്യം ഞാൻ കണ്ടിട്ടില്ല. ഗുർ, ഖണ്ഡസാരി എന്നീ പദങ്ങൾ ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ്? ഗുർ, ഖണ്ഡസാരി എന്നീ പദങ്ങൾ ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ്? ആർക്കെങ്കിലും പറയാം ഈ ചോദ്യം എവിടെ നിന്നാണ് വന്നത്? പുറത്തുനിന്ന് ചോദിച്ചാണോ? പുസ്തകം തന്നെയാണ്. ഏത് പുസ്തകമാണ്? 9ാം ക്ലാസ്സിലെ NCERT, നമ്മുടെ SCERT അല്ല, റീസെന്റ് ആയിട്ട് റിവൈസ്ഡ് ആയിട്ടുള്ള NCERT ടെക്സ്റ്റ് അല്ല, +1 CBSE സിലബസിലുള്ള NCERT ടെക്സ്റ്റ് കേട്ടോ. CBSE സിലബസ് പഠിക്കുന്ന കുട്ടികളുടെ NCERT ടെക്സ്റ്റ് 9ാം ക്ലാസ്സിലെ പുസ്തകം. നേരത്തെ നമ്മൾ കണ്ടില്ലേ, ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നല്ലോ NCERT നിന്ന്, റാറ്റ് ഹോൾ മൈനിങ് വന്നില്ല, അതേ പുസ്തകത്തിൽ നിന്ന് തന്നെ. റാറ്റ് ഹോൾ മൈനിങ് 5ാം പാഠവും ഇത് 4ാം പാഠവും. കണ്ടംപററി ഓഫ് ഇന്ത്യ 9ാം ക്ലാസ്സിലെ കണ്ടംപററി ഓഫ് ഇന്ത്യ, കണ്ടംപററി ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു പുസ്തകത്തിലെ പാർട്ട് 2ലെ 4ാമത്തെ പാഠത്തിൽ ഇത് കിടക്കുന്നത്. 4ാമത്തെ പാഠത്തിൽ. 5ാമത്തെ പാഠത്തിലാണ് റാറ്റ് ഹോൾ മൈനിങ് കിടക്കുന്നത് കേട്ടോ. റാറ്റ് ഹോൾ മൈനിങ് പാർട്ട് 1 ഉണ്ട്, പാർട്ട് 2 ഉണ്ട്. കണ്ടംപററി ഇന്ത്യ എന്ന പുസ്തകം കേട്ടോ. അതിനകത്ത് പാർട്ട് 2 എടുക്കണം. ഇത് നോക്കിക്കേ, ഇവിടെ ഷുഗർ കെയിനെ പറ്റി പറയുന്ന ഭാഗത്ത് പറയുവാണ്. ഷുഗർ കെയിൻ ഇറ്റ് ഈസ് ദ മെയിൻ സോഴ്സ് ഓഫ് ഷുഗർ, പഞ്ചസാരയുടെ. ഷുഗർ കെയിൻ അതായത് കരിമ്പാണ് പഞ്ചസാരയുടെ. പിന്നെ ഗുർ, നമ്മുടെ ചോദ്യത്തിനകത്ത് ഉണ്ടായിരുന്നു ഗുർ, ഖണ്ഡസാരി. ഗുർ എന്ന് വെച്ചാൽ എന്താണ്? ജാഗറിയാണ്, ശർക്കരയാണ് അല്ലേ. പിന്നെ ഖണ്ഡസാരി ആൻഡ് മൊളാസസ്. ഇതിന്റെ എല്ലാം പ്രധാന സോഴ്സ് ആണ് കരിമ്പ്. ഷുഗറിന്റെ, ഗുറിന്റെ, ഖണ്ഡസാരിയുടെ, മൊളാസസിന്റെ ഒക്കെ പ്രധാന സോഴ്സ് ആണ് ഏത്? ഷുഗർ കെയിൻ, കരിമ്പ്. ചോദ്യം വന്ന സ്ഥലം കണ്ടോ ഇവിടുന്നാണ്. ഓക്കെ, നമുക്ക് കരിമ്പ് കൃഷിയെ പറ്റി SCERT-ക്കകത്ത് ആകപ്പാട് ഇത്രയും കാര്യം പറയുന്നുള്ളൂ. ഉഷ്ണമേഖലാ വിളയായ കരിമ്പിന് ചൂടും മഴയുമുള്ള കാലാവസ്ഥയാണ് വേണ്ടത്. 10ാം ക്ലാസ്സിലെ പുസ്തകമാണിത്. കറുത്ത മണ്ണ്, എക്കൽ മണ്ണ് എന്നീ മണ്ണിനങ്ങൾ കരിമ്പ് കൃഷിക്ക് അനുയോജ്യമാണ്. കരിമ്പ് ഉൽപാദനത്തിൽ ഇന്ത്യക്ക് 2ാം സ്ഥാനമാണ് ഉള്ളത്. 2022 ഇന്ത്യ 1ാം സ്ഥാനത്ത് വന്നിരുന്നു, ബ്രസീലിനെ പിന്തള്ളി. വീണ്ടും 2024 ആയപ്പോൾ ഇന്ത്യ വീണ്ടും 2ാം സ്ഥാനത്തേക്ക് തിരിച്ചുപോയി. അതായത് ഇപ്പോൾ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം കറക്റ്റാണ്. 2022 ഈ ചോദ്യം വന്നപ്പോൾ അതിനകത്ത് ഒരു പെശകുണ്ടായിരുന്നു. കാരണം 2022 പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതിന് വ്യത്യസ്തമായി സംഭവിച്ചു. കരിമ്പ് ഉൽപാദനത്തിൽ ഇന്ത്യ ബ്രസീലിനെ പിന്തള്ളി 1ാം സ്ഥാനത്ത് വന്നിരുന്നു. ഇപ്പൊ വീണ്ടും ബ്രസീൽ ഇന്ത്യ പിന്തള്ളി 1ാം സ്ഥാനത്തെത്തി, ഇന്ത്യ 2ാം സ്ഥാനത്തായി. ഇപ്പൊ ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ശരിയാണ്. അവസാനത്തെ പോയിന്റ് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. കരിമ്പ് കൃഷി ചെയ്യുന്ന പ്രദേശങ്ങൾക്കൊപ്പം പഞ്ചസാര വ്യവസായ കേന്ദ്രങ്ങളും കാണിച്ചിട്ടുള്ളത് ശ്രദ്ധിച്ചില്ലേ? കരിമ്പ് വിളവെടുത്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഫാക്ടറികളിൽ എത്തിച്ച് അതിന്റെ നീരെടുക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ കരിമ്പിലെ സുക്രോസിന്റെ അളവ് കുറയും. അതുകൊണ്ടാ കരിമ്പ് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങൾ അടുത്ത് തന്നെ ഈ പഞ്ചസാര വ്യവസായ കേന്ദ്രങ്ങൾ എപ്പോഴും സ്ഥാപിക്കുന്നത്. കാരണം വളരെ വേഗത്തിൽ തന്നെ ഫാക്ടറിയിൽ എത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതിനകത്തെ സുക്രോസിന്റെ അളവ് കുറയും. ആ നീര് പെട്ടെന്ന് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ സുക്രോസിന്റെ അളവ് കുറയും. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് കരിമ്പ് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങൾക്ക് അടുത്ത് തന്നെ എപ്പോഴും കരിമ്പ് ഫാക്ടറികൾ എപ്പോഴും നിർമ്മിക്കുന്നത്. അടുത്ത ചോദ്യം, ഇതൊരു കറണ്ട് അഫയർ ആണ്. പുസ്തകത്തിലുണ്ട്, പക്ഷേ ഇത് കറണ്ട് അഫയർ എന്ന് എടുത്തു പറയാൻ കാര്യം പുസ്തകത്തിലുള്ള ഉത്തരമല്ല പ്രൊഫഷണൽ കീയിൽ കൊടുത്തിട്ടുള്ളത്. കറണ്ട് അഫയറിനകത്തുള്ള ഉത്തരമാണ് പ്രൊഫഷണൽ കീ കൊടുത്തിരിക്കുന്നത്. ചോദ്യം നോക്കിക്കേ, ഉരുക്ക് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മാംഗനീസിന്റെ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം? ആന്ധ്രാപ്രദേശ്, മധ്യപ്രദേശ്, കർണാടകം, ഒഡീഷ. പുസ്തകത്തിനകത്ത് കിടക്കുന്നത് ഒഡീഷയാണ്. PSC-യുടെ പ്രൊഫഷണൽ കീയിൽ ഉത്തരമായി വന്നത് മധ്യപ്രദേശാണ്. അതിന്റെ റീസൺ 2024 കണക്ക് പ്രകാരം മിനിസ്ട്രി ഓഫ് മൈൻസ് എന്നറിയപ്പെടുന്ന നമ്മുടെ ഗവൺമെന്റിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണല്ലോ, ഒരു മന്ത്രാലയമാണ് മിനിസ്ട്രി ഓഫ് മൈൻസ്. ഞാൻ അതിന്റെ മിനിസ്ട്രി ഓഫ് മൈൻസിന്റെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തേക്കാണ്. ആർക്കെങ്കിലും നിങ്ങൾക്ക് പരിശോധിക്കാൻ വേണ്ടി അങ്ങനെ സംശയം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് അതിൻ്റെ ഇവിടെ കണ്ടോ, അതായത് നോക്കി ഏറ്റവും മേളിൽ മിനിസ്ട്രി ഓഫ് മൈൻസ് കണ്ടോ. അവരുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ആ പുതിയ റിപ്പോർട്ടിനകത്തുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ഈ ചോദ്യം ചോദിച്ചത്. അപ്പൊ ഇയാൾ ആ റിപ്പോർട്ട് കണ്ടിട്ടുണ്ട്, ചോദ്യം ഇട്ട ആള്. നമുക്ക് നോക്കാം, അത് മൊത്തം നമുക്കൊന്ന് വായിക്കുന്നത് നല്ലതാണ്. മെറ്റാലിക് മിനറൽസ്, ലോഹ അയിരുകളെ പറ്റി, ധാതുക്കളെ പറ്റി പറയുന്നത്. ഇത് പ്രൊഫഷണൽ വാല്യൂ ഓഫ് മെറ്റാലിക് മിനറൽസ് ഇൻ 2023-24 ഏറ്റവും പുതിയത് അറ്റ് ഇത്രയും പൈസ ക്രോർ, ഇൻക്രീസ്ഡ് ബൈ അപ്രോക്സിമേറ്റ്ലി ഏകദേശം 15.5% ഇത് ഇൻക്രീസ് ചെയ്തു കഴിഞ്ഞ വർഷമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അത് നമുക്കിപ്പോൾ ആവശ്യമില്ല ഇവിടെ. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞേക്കുവാണേ. എന്നിട്ട് ഓരോ മിനറലിനെ പറ്റി പറയുവാണ്. ഫോർ ദ പ്രൊഫഷണൽ പ്രൊഡക്ഷൻ, ഓരോ മിനറൽ ആദ്യം ബോക്സൈറ്റിൽ നിന്ന് അവർ തുടങ്ങുന്നത്. ദ പ്രൊഫഷണൽ പ്രൊഡക്ഷൻ ഓഫ് ബോക്സൈറ്റ് ഇൻ 2023-24 വാസ് ഇത്രയും മില്യൺ. എന്നിട്ട് പറയുന്നു റിഫ്ലക്റ്റിംഗ് ഡിക്രീസ് ഓഫ്, ഇത് കുറച്ച് ഡിക്രീസ് സംഭവിച്ചു പ്രീവിയസ് ഇയറുമായിട്ട് നോക്കുമ്പോൾ. 4 മേജർ കമ്പനീസ്, ബോക്സൈറ്റിന്റെ പ്രൊഡക്ഷനിലുള്ള പ്രധാനപ്പെട്ട കമ്പനീസ് ഏതൊക്കെയാണ്? നാൽക്കോ, ഉത്കൽ അലുമിന ഇന്റർനാഷണൽ ലിമിറ്റഡ്,
ഒഡീഷ മൈനിങ് കോർപ്പറേഷൻ ആൻഡ് ഹിൻഡാൽകോ. കമ്പനികൾ പറഞ്ഞിട്ട് ഇനി അടുത്തത് സംസ്ഥാനം പറയുവാണേ. ഒഡീഷ. ഒഡീഷ വാസ് ദ ലീഡിംഗ് സ്റ്റേറ്റ് ഇൻ ബോക്സൈറ്റ് പ്രൊഡക്ഷൻ. അടുത്ത പരീക്ഷയ്ക്ക് വേണമെങ്കിൽ ചോദിക്കാം. മാംഗനീസ് ചോദിച്ചില്ലേ കഴിഞ്ഞ ഈ പരീക്ഷയ്ക്ക്. ഇനിയും അലുമിനിയത്തിൻ്റെ കേസിനകത്ത്, അലുമിനയുടെ കേസിനകത്ത്, അല്ല ബോക്സൈറ്റിൻ്റെ കേസിനകത്ത് ആരാണ്? ബോക്സൈറ്റിൻ്റെ കേട്ടോ, ബോക്സൈറ്റിൻ്റെ കേസിനകത്ത് ഇനി ഒന്നാം സ്ഥാനത്ത് ആരാണ്? ഒഡീഷയാണ്. അടുത്ത് പറയുവാണ് ദ പ്രൊഫഷണൽ പ്രൊഡക്ഷൻ ഓഫ് ക്രോമൈറ്റ്. ക്രോമൈറ്റ് ഇത്രയാണ് എന്നിട്ട് പറയുന്നത് ആരാണ് ക്രോമൈറ്റിൻ്റെ കേസിനകത്ത് ഒന്നാമതുള്ളത്? ഒഡീഷ. ഒഡീഷ അക്കൗണ്ടഡ് ഫോർ 100% ഓഫ് ദ കൺട്രീസ് ക്രോമൈറ്റ് ഔട്ട്പുട്ട്. 100%. ക്രോമൈറ്റ് ഔട്ട്പുട്ടിൻ്റെ 100%വും ആരാണ്? മുന്നിലാരാണ്? ഒഡീഷയാണ് കേട്ടോ. ദ മേജർ പ്രൊഡ്യൂസേഴ്സ് ഓഫ് ക്രോമൈറ്റ് ഇൻക്ലൂഡഡ് ഒഡീഷ. ഇനി നെക്സ്റ്റ് ദ പ്രൊവിഷണൽ പ്രൊഡക്ഷൻ ഓഫ് കോപ്പർ കോൺസെൻട്രേറ്റ്. കോപ്പർ ആരാണ് കോപ്പറിന് മുമ്പിലുള്ളത്? രാജസ്ഥാൻ. ആദ്യം എഴുതിയേക്കുന്നത് നോക്കിയാൽ മതി. രാജസ്ഥാൻ ആൻഡ് മധ്യപ്രദേശ് രണ്ടുപേരുമാണ്. അപ്പം ഓപ്ഷനകത്ത് ഏതെങ്കിലും ഒന്നേ കാണത്തുള്ളൂ, രാജസ്ഥാൻ. ഏതിൻ്റെ? കോപ്പറിനകത്ത്. അടുത്തത് ഗോൾഡിൻ്റെ കേസ് പറയുവാണ്. 2023-24 ഗോൾഡ്. നമുക്കിപ്പോൾ അതേ ഉള്ളൂ, 24 വരെയുള്ള കണക്കല്ലേ നമുക്കുള്ളത്. 25 ഈ വർഷം, ഇപ്പോൾ 24 വരെയുള്ള നമ്മുടെ കയ്യിലുള്ളൂ. ഇത് നവംബറിൽ വന്ന റിപ്പോർട്ടാണ്. ഗോൾഡിൻ്റെ പ്രൊഡക്ഷനകത്ത് ഒന്നാമത് ആരാണ്? കർണാടകയാണ്. ഗോൾഡിൻ്റെ പ്രൊഡക്ഷനിൽ ഒന്നാമത് ആരാണ്? കർണാടകയാണ് കേട്ടോ, കർണാടക. ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് നമ്മൾ വരുവാണ്. ഏറ്റവും അവസാനത്ത് നോക്കിയാൽ മതി. മാംഗനീസ്. ദ പ്രൊഫഷണൽ പ്രൊഡക്ഷൻ ഓഫ് മാംഗനീസ് ഇത്രയാണെന്ന് പറയുന്നു. ആരാണ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ? മധ്യപ്രദേശ്. കേട്ടോ, പ്രൊഫഷണൽ കീഴിൽ എന്തുകൊണ്ട് അവർ മധ്യപ്രദേശ്? പുസ്തകത്തിനകത്തുള്ള ഒഡീഷ കൊടുക്കാതെ മധ്യപ്രദേശ് കൊടുത്തെന്ന് കണ്ടോ? മധ്യപ്രദേശും മഹാരാഷ്ട്രയാണ് 30% ഷെയർ ഉള്ളത്. ഇതിൽ മാംഗനീസിൻ്റെ പ്രൊഡക്ഷൻ അവരാണ് ഏറ്റവും ലാർജസ്റ്റ് കോൺട്രിബ്യൂട്ടേഴ്സ്. ഒഡീഷ എത്രയേ ഉള്ളൂ? 19% ഉള്ളൂ. ഇനി അതിൻ്റെ മേളത്തെ കൊണ്ട് നോക്കിക്കോ. പ്രൊഡക്ഷൻ ഓഫ് ലെഡിൻ്റെ കേസിനകത്ത് ആരാണ് ഒന്നാമതുള്ളത്? രാജസ്ഥാൻ അക്കൗണ്ടഡ് ഫോർ ദ എൻ്റയർ പ്രൊഡക്ഷൻ ഓഫ് ബോത്ത് ലെഡ് ആൻഡ് സിങ്ക്. ലെഡിൻ്റെയും സിങ്കിൻ്റെയും എൻ്റയർ പ്രൊഡക്ഷൻ ഏത് സംസ്ഥാനത്തായിരുന്നു? രാജസ്ഥാനിലായിരുന്നു, വേറെ ആരുമില്ല. ഇനി അടുത്ത് നോക്കിക്കോ, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് വേണ്ടത് അയൺ ഓർ, ഇരുമ്പയിര്. എപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ളത്. ദ മേജർ പ്രൊഡ്യൂസർ കമ്പനികളുടെ പേരൊക്കെ ആദ്യം പറയുന്നുണ്ട്. NMDC, സെയിൽ, ഒഡീഷ മൈനിങ് കോർപ്പറേഷൻ ഒക്കെ പറയുന്നുണ്ട്. എന്നിട്ട് സംസ്ഥാനം എടുത്ത് പറയുന്നുണ്ട്. ഒഡീഷ വാസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് അയൺ ഓർ. ഫോളോഡ് ബൈ ആരാണ്? അത് കഴിഞ്ഞാൽ ആരാണ്? കർണാടകയാണ്. അത് കഴിഞ്ഞാൽ ആരാണ്? ഛത്തീസ്ഗഡ് ആണ്. അത്രയൊന്നും പോകത്തില്ലായിരിക്കും, രണ്ടെണ്ണമൊക്കെ ചോദിക്കത്തില്ലായിരിക്കും കേട്ടോ. അപ്പം നമ്മുടെ ചോദ്യം വന്നത് എവിടെ നിന്ന് കണ്ടോ? ചോദ്യം വന്നത് എവിടെ നിന്നാണെന്ന് കണ്ടോ? അപ്പോൾ മധ്യപ്രദേശ് ഈസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് മാംഗനീസ് ഇൻ ഇന്ത്യ. നോക്കിക്കേ, മാംഗനീസ് is needed to build iron. It is also used to produce bleaching powder, insecticides and paints. It is used to make metal. Madhya Pradesh is the major manganese ore producing state. എത്രയാണെന്ന് പറയുന്നുണ്ട്. Followed by Maharashtra and Odisha. ഇനി മാംഗനീസ് ഈസ് യൂസ്ഡ് ടു മേക്ക് ക്ലിയർ ഗ്യാസ്. ഇത് 2018-19 ഇത് നോക്കണ്ട, ഈ ഫിഗർ നോക്കണ്ട കേട്ടോ. നിങ്ങൾ ഇതിൻ്റെ കാര്യങ്ങൾ നോക്കിയാൽ മതി. അയൺ നിർമ്മിക്കാനായിട്ട് ബ്ലീച്ചിങ് പൗഡറും ഇൻസെക്ടിസൈഡും പെയിൻസും പിന്നെ മെറ്റൽ കേട്ടോ, മെറ്റൽസ് ഇതിന് വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? മാംഗനീസ് ഉപയോഗിക്കുന്നത്. അടുത്തുകൂടെ നോക്കിയിരിക്കും. മാംഗനീസ് ഈസ് യൂസ്ഡ് ടു മേക്ക് ക്ലിയർ ഗ്ലാസ്, ടു സൾഫറൈസ് ആൻഡ് ഡീഓക്സിഡൈസ് സ്റ്റീൽ ഇൻ സ്റ്റീൽ പ്രൊഡക്ഷൻ ആൻഡ് ടു റെഡ്യൂസ് ദ ഒക്ടൈൻ റേറ്റിംഗ് ഇൻ ഗ്യാസോലൈൻ. ഗ്യാസോലൈൻ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു പെട്രോളാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ബ്ലാക്ക് ബ്രൗൺ പിഗ്മെൻറ്റ് ഇൻ പെയിൻറ്റ് ആൻഡ് ആസ് എ ഫില്ലർ ഇൻ ഡ്രൈ സെൽ ബാറ്ററീസ്. It allows help stiffen the aluminum in soft drink cans according to Chemicool. കേട്ടോ. ലാസ്റ്റ് ചോദ്യം. ദേശീയ ഹരിത ട്രിബ്യൂണൽ സ്ഥാപിതമായ വർഷം എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫാക്റ്റാണ്. ഇത് ജനറൽ ഫാക്റ്റാണ്. 2010 കേട്ടോ. 2010 ദേശീയ ഹരിത ട്രിബ്യൂണൽ സ്ഥാപിതമായ വർഷം 2010. അപ്പം ചോദ്യങ്ങൾ വന്നത് എവിടെ നിന്നാണൊക്കെ കണ്ടില്ലേ? നോർമൽ സാധാരണ ഒരു ജനറൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. 5 മുതൽ 10 വരെയുള്ള SCERTയിൽ നിന്നുണ്ടായിരുന്നു. 5 മുതൽ 10 വരെയുള്ള പ്രത്യേകിച്ച് 9ാം ക്ലാസ്സിലെ NCERTയിൽ നിന്നുണ്ടായിരുന്നു. +1 +2 ടെക്സ്റ്റുകളിൽ നിന്നുണ്ടായിരുന്നു. വേറെ പുറത്തുനിന്നൊന്നും ചോദ്യം എടുത്തിട്ടില്ല. ദേശീയ ഹരിത ട്രിബ്യൂണൽ മാത്രമേ ആകെ ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആയിട്ട് അദ്ദേഹം ചോദ്യകർത്താവ് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ബാക്കി മുഴുവൻ ഞാൻ ഈ പറഞ്ഞ പാഠപുസ്തകങ്ങളിൽ നിന്ന്. പിന്നെ പുതിയ ഏറ്റവും റിവൈസ്ഡ് 9th ക്ലാസ് പുതിയ SCERT ടെക്സ്റ്റ് ഉണ്ടല്ലോ, 9ാം ക്ലാസ്സിലെ പുസ്തകം, അതിൽ നിന്നും എടുത്തിട്ടുണ്ട്. അപ്പോൾ ചോദ്യകർത്താവ് ഏതൊക്കെ പാഠങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്, ഏതൊക്കെ മേഖലകൾ തപ്പി പോയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നമുക്ക് മാർക്ക് ഭാവിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മൾ ഇനി പഠിച്ചേ പറ്റത്തുള്ളൂ. വരാൻ പോകുന്ന പരീക്ഷകൾക്കൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ പഠിച്ചേ പറ്റത്തുള്ളൂ. അടുത്ത ഫേസ് ഉള്ളവർ ഈ പറഞ്ഞ ടെക്സ്റ്റുകൾക്ക് ഞാൻ പറഞ്ഞ പാഠങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ, 4ഉം 5ഉം എന്നൊക്കെ എടുത്ത് പറഞ്ഞില്ലേ, അതൊക്കെ ഒന്ന് വായിച്ചിട്ട് പോവുക. പുതിയ SCERT ടെക്സ്റ്റ് വായിച്ചിട്ട് പോവുക. എല്ലാം കഴിവതും പെട്ടെന്ന് വായിച്ച് പോകാനായിട്ട് ക്ലാസ് കേൾക്കാൻ നിൽക്കാതെ അത് വായിക്കാനായിട്ട് ശ്രമിക്കുക. പാഠങ്ങൾ വായിക്കുക. എല്ലാവരും പറയാറുണ്ട് അതിൻ്റെ ക്ലാസ് ഉണ്ട്, എത്ര സമയം നിങ്ങളുടെ പോകും? നിങ്ങൾ ആ ടെക്സ്റ്റ് എടുത്ത് വായിക്കുക. ഡൗൺലോഡ് ചെയ്യാൻ എളുപ്പമാണ്.
NCERT ടെക്സ്റ്റ് എന്നും ACRT ടെക്സ്റ്റ് എന്നൊക്കെ ചുമ്മാ ഗൂഗിളിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ തന്നെ ടെക്സ്റ്റുകൾ അതിൻ്റെ PDF നിങ്ങൾക്ക് കിട്ടും. അത് വായിക്കുക. അതാണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റഡി മെത്തേഡ്, ലേണിംഗ് മെത്തേഡ് കേട്ടോ. അപ്പോൾ അത് അടുത്ത ഫേസുകാർ ശ്രദ്ധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ പറ്റുന്ന പോലെ ചോദ്യങ്ങളുടെയൊക്കെ ഉറവിടമൊക്കെ കണ്ടെത്തി തന്നിട്ടുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഇത് എവിടെ നിന്നൊക്കെ വന്നു എന്ന് മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് എക്സാം കഴിഞ്ഞിട്ട് കാണാം. താങ്ക് യു.